ഗസ മുനമ്പിൽ 2 വർഷത്തിലേറെ നീണ്ടുനിന്ന യുദ്ധത്തിന് അവസാനമിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി നിർണായക ഘട്ടത്തിലാണ്. ഇസ്രായേൽ നിയന്ത്രിത പ്രദേശത്തെ ടണലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന 200ഓളം ഹമാസ് പോരാളികളുടെ കാര്യമാണ് ഇപ്പോൾ ഈ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാന പ്രതിസന്ധി. വിട്ടയക്കില്ലെന്ന ഇസ്രായേൽ നിലപാട്. എന്നാൽ വെടിനിർത്തൽ തകരാതിരിക്കാൻ പരിഹാരം കാണണമെന്ന ആവശ്യം മധ്യസ്ഥർ ശക്തമാക്കുകയാണ്. അവരെ വിട്ടയക്കണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വെടിനിർത്തലിന് ശേഷം റഫയിലെ ഇസ്രായേൽ നിയന്ത്രിത ടണലുകളിൽ കുടുങ്ങിയ ഹമാസ് പോരാളികൾ മാസങ്ങളായി കേന്ദ്ര നേതൃത്വവുമായി ബന്ധം നഷ്ടപ്പെട്ടവരാണ്. ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ ഇതിനുള്ളിലുള്ള ഹമാസ് പോരാളികൾക്ക് 2 ഓപ്ഷൻ മാത്രമേ മുന്നിലുള്ളൂ. ഒന്നുകിൽ പുറത്തു വന്ന ഇസ്രായേലിന് കീഴടങ്ങുക, അല്ലെങ്കിൽ പോരാടുക. ഇതിനുള്ളിൽ എത്ര പേർ ജീവനോടെയുണ്ട് എന്ന കാര്യം ഹമാസിന് പോലും അറിയില്ല എന്നാണ് യൂറോപ്യൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഈ കുടുങ്ങിക്കിടക്കുന്നവർ തെക്കൻ ഗസയിൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നാണ് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ആരോപണം. അത് പറഞ്ഞ് ഇസ്രായേൽ ഗസയിൽ വൻ ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. വെടിനിർത്തൽ കരാർ പോലും 2 തവണ ഭീഷണിയിലായി. ഒക്ടോബർ 19 റഫയിൽ 2 ഇസ്രായേൽ സൈനികരെ ഹമാസ് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 44 ഫലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം നടത്തിയ ആക്രമണത്തിൽ നിരവധി കുട്ടികളടക്കം 100-ലധികം ഫലസ്തീനികളെയും അവർ കൊലപ്പെടുത്തിയിരുന്നു. വെടിനിർത്തൽ കരാർ അനുസരിച്ചാണ് തുരങ്കങ്ങൾ നശിപ്പിക്കുന്നതെന്നാണ് IDF പറയുന്നത്. എന്നാൽ ഇത് സമാധാന പദ്ധതിയുടെ വ്യക്തമായ ലംഘനമായാണ് ഹമാസ് കാണുന്നത്. കുടുങ്ങിക്കിടക്കുന്ന പോരാളികൾക്ക് സുരക്ഷിതമായ വഴിയൊരുക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങണമെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം. ഇത് ഹമാസിന് സമ്മതവുമല്ല. ശത്രുവിന് കീഴടങ്ങുക എന്നത് ഹമാസിന്റെ പുസ്തകത്തിലില്ല എന്ന് ഇതിനിടെ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു. വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള പരിഹാരം മധ്യസ്ഥർ കണ്ടെത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതേസമയം ഹമാസ് പോരാളികളെ വിട്ടയക്കാൻ അമേരിക്ക ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ജാരഡ് കൃഷ്ണർ, സ്റ്റീവ് വിറ്റ്കോഫ് തുടങ്ങിയ ട്രംപിന്റെ പ്രത്യേക ദൂതന്മാർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ഇത് സംബന്ധിച്ച് ചർച്ചയും നടത്തിയിരുന്നു. ടണലിൽ കുടുങ്ങിക്കിടക്കുന്നവർ ആയുധം വെച്ച് കീഴടങ്ങിയാൽ സുരക്ഷിതമായി പോകാൻ അനുവദിക്കണമെന്നാണ് US-ന്റെ ആവശ്യം. ഹമാസിന്റെ നിരായുധീകരണത്തിന്റെ ഒരു ടെസ്റ്റ് മോഡലാണിതെന്നാണ് വിറ്റ്കോഫ് പറയുന്നത്. എന്നാൽ ഇവർക്ക് ഹമാസ് നിയന്ത്രിത പ്രദേശത്തേക്ക് സുരക്ഷിത പാതയൊരുക്കി നൽകുന്ന ഏതൊരു കരാറും നിരസിക്കണമെന്ന ഇസ്രായേലിലെ വലതുപക്ഷ മന്ത്രിമാരുടെ നിലപാട്. സൈനികരെ കൊലപ്പെടുത്തിയ ഹമാസ് പോരാളികൾക്ക് 2 ഓപ്ഷനുകൾ മാത്രമാണുള്ളത്. ഒന്നുകിൽ കീഴടങ്ങി ഇസ്രായേലിന്റെ തടവറയിലേക്ക് പോകാം, അല്ലെങ്കിൽ മരിക്കാമെന്നായിരുന്നു ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി അവിഗ്ഡോർ ലിബർമാൻ എക്സിൽ കുറിച്ചത്. ഈ രാഷ്ട്രീയ സമ്മർദ്ദം നെതന്യാഹുവിനെയും കുഴക്കുന്നുണ്ട്. US-ന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഹമാസിന് വഴങ്ങിയെന്ന തരത്തിൽ രൂക്ഷ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭയവും നെതന്യാഹുവിനുണ്ട്. അതേസമയം ഈ പ്രശ്നം പരിഹരിക്കാതെ 2ാം ഘട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പോരാളികളെ പുറം രാജ്യങ്ങളിലേക്ക് നാടുകടത്തുക എന്നൊരു ആശയവും ഇതിനിടെ ഉയരുന്നുണ്ട്. തുർക്കിയാണ് സാധ്യമായ ഒരു ഓപ്ഷനായി പരിഗണിക്കപ്പെടുന്ന രാജ്യം. ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ട്രംപിന്റെ സമാധാന പദ്ധതി തകരാനുള്ള സാധ്യതയും ഏറെയാണ്. ഗസയെ 2 ഭാഗങ്ങളായി വിഭജിച്ച യെല്ലോ ലൈൻ സ്ഥിരമായ അതിർത്തിയായി മാറിയേക്കാമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ നിയന്ത്രിത ഭാഗത്ത് മാത്രം പുനർനിർമ്മാണം നടത്താനുള്ള സാധ്യതയും ഉയരുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഫലസ്തീൻ രാഷ്ട്രമെന്ന ആശയം ഇല്ലാതാകുമെന്ന ആശങ്ക അറബ് രാജ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്.